തുറക്കണ്ടേ? അത് സ്പ്രേ അല്ല. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ 3 പേരും കൂടി എവിടെ മമ്മി പോകുന്നത്? പുനലൂര്. ഇങ്ങോട്ട് മമ്മിയുടെ വല്യമ്മയുടെ, എന്റെ വല്യമ്മ അല്ല, എന്റെ ചേട്ടത്തി. അവളെ വല്യമ്മ. എന്റെ വല്യമ്മ. അതായിരിക്കും എന്റെ വല്യമ്മ. യെസ്, മകൻ. ഇന്നലെ രാവിലെ ലാൻഡ് ചെയ്തു കോയമ്പത്തൂർ. ഇക്ക വരുമ്പോഴാണ് ഈ കാറൊന്നും അനങ്ങണത്. ഞാൻ പഠിക്കുമ്പോ നോക്കിക്കോ, ഞാനിവിടെ പഠിച്ചതല്ലേടി? എല്ലാം കിട്ടി. ഒരു ദിവസം ഞാൻ റോഡിലോട്ട് ഇറക്കിയുള്ളൂ. പക്ഷെ പിന്നെ എനിക്ക് ജംഗ്ഷനൊക്കെ എത്തുമ്പോ ഭയങ്കര പേടി മാറ്റണം. എന്നായാലും ഇനിയിപ്പം ഇത് വെച്ച് പഠിക്കണ്ട. ഇനിയിപ്പോ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കാം. അത് ഈ ചെറിയ ഇത് 800 അതിന്റെ വാങ്ങിച്ച എന്നെ ഈ കാറിൽ പഠിക്കണ്ടെന്നാണ് പറയണത്. ഇതിനകത്ത് ഒരു പോറല് പോലും സംഭവിക്കാൻ പറ്റത്തില്ല. ഇന്ന് എന്നെ വണ്ടി കയറാൻ നേരത്ത് ഉമ്മ ചെലന്തി വല ഇരിക്കണ കണ്ടിട്ട് കാറ് പോറിയെന്നും പറഞ്ഞു. ചെലന്തി വല അങ്ങനെയാണ് നോക്കുന്നത്. നമ്മള് എവിടെ എത്തിയെന്ന് പറഞ്ഞു. ഇതെവിടാ? നമ്മളിപ്പോ നഗരൂര് കഴിഞ്ഞ് കിളിമാനൂർ പാലസ്. കിളിമാനൂർ പാലസ് എന്ന് പറഞ്ഞാൽ ഇത് രാജാരവിവർമ്മ കൊട്ടാരത്തിന്റെ അറിയാം, എല്ലാവർക്കും അറിയാന്നൊക്കെ. കിളിമാനൂര് കഴിഞ്ഞു. ഇതിന് പറയുന്ന പാപ്പാല. ഇവിടെയാണ് പാപ്പാല. ഇവിടെയാണ് ആവണക്കട. അത് ആന്ധ്ര കഴപ്പെന്ന് കൊച്ചിട്ട് ആന്ധ്ര കഴപ്പെടുക്കണം. അതെന്തോട് സാധനം എനിക്ക് അറിഞ്ഞൂടാ. അന്നത്തെ കാലത്ത് പറയണത് വിശക്കുന്നതിനെയാണ്. ഇന്നലെ അല്ലേ വയറുവേദന എടുത്ത് വിളിക്കണത്. എന്തരാ എന്തോ. ഇവിടെയൊക്കെ ഞാൻ എത്ര നാളിന് ശേഷമാണ് കാണുന്നത്. ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് വഴിയോരക്കട. വഴിയോരക്കട നമ്മളിതുവരെ കേറിയിട്ടില്ലല്ലേ അമ്മ? മുമ്പ് ഇവിടെ അല്ലേ വന്ന് പാഴ്സലൊന്നും ആണോ? മുറുക്കൊക്കെ ആയിട്ടാണ് വന്നത്. കുറച്ച് ദൂരെ യാത്ര ആവുമ്പം എനിക്ക് ഛർദിൽ, തലകറക്കം, ഇങ്ങനത്തെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നല്ല യൂസ്ഫുൾ യാത്ര അല്ലേ? നമ്മള് പണ്ട് കൊരങ്ങനെ കാണാൻ വേണ്ടി ആ വഴി പോവല്ലേ അമ്മ? തെന്മല വഴി. കുരങ്ങൻ എയർ ഫ്രഷ്നർ മേടിക്കാനാണോ? പേരാണ് കുരങ്ങന്തോ ഇരിക്കണോ? ഇക്കത് എയർ ഫ്രഷ്നർ മേടിക്കണം എന്ന് പറഞ്ഞു. കാറിനകത്ത് നല്ല മീനിന്റെ സ്മെല്ല് ഗൈസ്. തടിയില് പച്ച, അവര് ഉദ്ദേശിച്ചത് വള്ളിയാണ്. എന്റെ ഉമ്മ അതിനെ പച്ചില പാമ്പാക്കി. നെല്ലിക്ക മുറുക്കാടി. അവള് ഇങ്ങനെയുള്ള സാധനം കണ്ടാ ഫുള്ള് തീർക്കൂല. ഞാൻ കുറച്ചേ എടുത്തോളൂ. എന്നാ എടുത്തോ. ഇനി എന്റെ കയ്യിൽ ഇരുന്നാൽ ചിലപ്പോ ഞാൻ തിന്നും. ഞാൻ 3 കഷ്ണം എടുത്തോളൂ. കറക്റ്റ് 3 ഇത്തിരി ഇത്ര കച്ചണം. ഏതോ മണം എന്താ? മാക്സിമം ഇതിൻ്റെ അകത്തൊന്നും ഇത് എത്ര രൂപയുടെ സാധനമാണെന്ന് അറിയാമോ? എത്ര? 800 രൂപയാണ്. 800. ഇന്നാളെ പൈസ എങ്ങനെ ഇത് മണം വരും? ജപ്പാനോ ഇതെങ്ങനെ മണം വരും? എന്തേ അത് തുറക്കണ്ടേ? അത് സ്പ്രേ അല്ല. അല്ലേ? ഇങ്ങനെ വെച്ചാ പോരെ? ഓ മതി. അത് തിരിഞ്ഞാണ് ഇരിക്കണത്. മണം വന്നട മണി. കൊള്ളാം. ലെറ്റ്സ് ഗോ. ജഡായി പാറ കാണത്തില്ലേ? ശരിയാണ്. കാണത്തില്ല.
അയ്യോ പോയി ആ പാറ മാത്രം കുറച്ച് കണ്ടു. ചെടായിപ്പാറയാണത്, ചടയമംഗലം. ആ പാറ മാത്രം കാണാം. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫുള്ള് കാണാൻ ഇഷ്ടമായിപ്പോയി. ആ പാറ. ഒരു പുതിയ കളി ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മയുടെ സജഷൻ എന്തുവാണ് പറ? ഇംഗ്ലീഷ് ജർമ്മൻ പഠിക്കും. ജർമ്മന, ഞാൻ കൊറിയൻ, ഞാൻ പാകിസ്ഥാനി. Spins here, net. Du bist schon. ജർമ്മനാണ് പറയണത്. പിന്നെ എന്തുവാണോ പറയാലോ, നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് പിന്നെ അയ്യോ ഇവിടെ കൊള്ളൂല. നീ വണ്ടി അണ്ണാച്ചിയാരെ കടയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നല്ല സ്പീഡാണ്. കത്തിച്ച് വരും. ഇതാണ് നേരത്തെ പറഞ്ഞോണ്ടെന്നാ ഇംഗ്ലീഷ് സംസാരിക്കാന്ന്. ആ ടോക്ക്. ഇവിടെ ഞാൻ മലയാളം സംസാരിക്കാടെ. ആ അത് ശരി. Why did you say that you English speaking English? If you don't, you shouldn't speak. ഇവിടെ കാര്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. എനിക്കൊന്നും എന്താ പറയാൻ അറിയില്ല. ഏതോ ഒരു വാക്ക് ഉരിങ്ങക്ക അതാണ് ഉമ്മാക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. She wants to speak something in English, but she's not saying. മോനെ നീ നല്ലതുപോലെ പറ, ഇംഗ്ലീഷ് സംസാരിച്ചാൽ കൊള്ളാം. Oh, എന്റെ കൂടെ മത്സരിക്കണം പറ്റോ? അടിപൊളി. അവള് വിശാലായിട്ട് അല്ലേ, എനിക്ക് ഇത് എക്സ്ക്ലൂസീവ് ആണ്. ഞങ്ങളിപ്പോ ആയൂര് കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് ബ്യൂട്ടി. ശരിയാണ്. അല്ലേ അത് മലയല്ലേ? മലയാ? അല്ല അല്ല മലയല്ലേ കാണുന്ന? അല്ലക്ക മേഘം. ഇതെന്തോന്ന് കുന്തോ? ഈ പറയും പോലെ ഇതെന്തേലും ഞാൻ പറഞ്ഞു പഠിച്ചെടുക്കും. ഈ ക്ലാസ് വ്യൂ ഉണ്ടോ? വ്യൂ നോക്ക് അടിപൊളി. അടിപൊളി വ്യൂ. പട്ടം പറത്തറ് പട്ടം പറത്തണോണ്ടാണോ? ഇതൊരു ഇവിടെയാണ് പുറത്തി. റംബൂട്ടാനും പൂർത്തി. റംബൂട്ടാൻ കച്ചവടക്കണുണ്ടോ? വല ഇപ്പോഴത്തെ റബ്ബർ കൃഷി, അപ്പോഴത്തെ വാഴ കൃഷി. ആരും പേടിക്കണ്ട, അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവാറുണ്ട്. ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കണമെന്നുള്ള ബോർഡ് ഇടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ചു. തേങ്ങ ഉള്ളോ? വെള്ളം മേടിച്ചു. തേങ്ങ ഉള്ളൊന്നും പറയില്ല. ഇത് വിനാഗിരി പോലെ ഇരിക്കും. ടെൻഡർ കോക്കനട്ടിനെയാണ് പറയണത് വിനാഗിരി പോലെ ഇരിക്കും. ആ ശരിയാണല്ലേ, ചെറിയൊരു കരിക്കിന്റെ ഒരു ചെറിയ വ്യത്യാസം. ഇവിടെ അല്ലല്ലോ. ആ ഇവിടെ തന്നെ ഇപ്പൊ അറിയാൻ പറ്റില്ല. ഇവിടേക്ക് ഇടിച്ചിട്ട് എങ്ങനെ ഉണ്ട്? ഇതെവിടെ അമ്മ സ്ഥലം? അഞ്ചലല്ലേ? അഞ്ചല് കഴിഞ്ഞു. അഞ്ചല് കഴിഞ്ഞു. കൊറേ നാളെ ഇങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ട് റോഡ് ഇടാ മോനെ വെള്ളം ഞാൻ പറയുന്നില്ല എടുത്തോണ്ടൊന്ന് പോയി. അടിവെള്ളം അയക്കപ്പം കുറച്ച് വയണയിലപ്പം വേണ്ട ഒരു വാഴക്കപ്പം. അത് പക്ഷെ കണ്ടിട്ട് പച്ച കാ വെച്ചിട്ട് നല്ല പൊള്ളി വന്നു. ആ വയണയില. എനിക്ക് വയണയിലപ്പം കണ്ടപ്പം കൊള്ളാന്ന് തോന്നി. എങ്ങനെ മേടിച്ച് ഞങ്ങൾ പുനലൂർ എത്തിയിരിക്കുകയാണ്. പുനലൂര് തൂക്കുപാലം തൂക്കുപാലം. ഞാൻ പണ്ടേ പുനലൂർ എത്തിയെന്ന് മനസ്സിലാക്കണ ഈ വളവിൽ ഈ കടകൾ കാണുമ്പോഴാണ്. കൊറേ ചിപ്സ് കട, ഫ്രൂട്ട്സ് കട, ട്രെയിൻ പണ്ടേ ഇങ്ങനെ പൊളിഞ്ഞടക്കണ പാലമാണത്. അനാഥരെ പോലെ ഒരു കുട്ടി കാണിക്കും.
ഇനി അങ്ങോട്ട് ഫുള്ള് പാണ്ടി വണ്ടികളാണ്. ആ നമ്മൾ എത്തിയല്ലേ. Guys, നമ്മൾ വല്യമ്മയുടെ വീടെത്താറായി. ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, ഒരു തേരി ഇറങ്ങി. അതാ ചെറിയ വഴിയാണ്. മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായ ഓർമ്മയുണ്ടോ? അമ്മ കാറ് മറിഞ്ഞത്. ആ റോഡിന്ന് കാറ് വന്ന് റോഡ് തെന്നല്ലേ? അമ്പുണ്ടേ ഇവിടെ തിരിഞ്ഞെത്തിയതാ. ആ ഇവിടെ നിന്ന് ലെഫ്റ്റ്. ഗൈസ്, അപ്പൊ ഞങ്ങൾ വീടെത്തിയിരിക്കുകയാണ്. ഏതോ കാറൊക്കെ കിടക്കുന്നുണ്ട്. അല്ല അല്ല, അത് അങ്ങോട്ടല്ലേ? നമ്മൾ ഇങ്ങോട്ടാണ്. യെസ്, അതാണ് ഗൈസ് വീട്. കാണത്തുണ്ടാടി. ആ എന്ത് കണ്ട? ആണാ വീടെത്തി. ഇവിടെ കയറ്റിട്ടോ. ഇല്ല, ഇവിടെ ഇട്ടാ മതി. ഇവിടെ ഇവര് വണ്ടി എടുക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞങ്ങള് കേറട്ടെ വീട്ടില്. ബൈ. ഞങ്ങൾ അവിടെ പോയി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ എത്ര നാളായി കാണാൻ ഇങ്ങോട്ട് വന്നിട്ട്? ഇഷ്ടംപോലെ സമയം. 1.5 വർഷം. അത്രയാവൂല്ലേ? 1.5 വർഷം. ഇത് തൂക്കുപാലം 1877 പണിത സാധനമാണിത്. പുനലൂർ തൂക്കുപാലം പുതുക്കി പണിതാണ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഇതില് 1877 എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഹിസ്റ്ററി എന്തോ ആയിരിക്കും. ഇന്ന് വീട്ടിൽ ചെന്നിട്ടാണ് നോക്കാം. ഇങ്ങോട്ടല്ലേ കൊട്ടാരക്കര? ആ, നേരെ കൊട്ടാരക്കര. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. ഇതാണ് പുനലൂർ സ്റ്റാൻഡ്. നമ്മളിനി നേരെ വീട്ടിലോട്ടാണ് പോണത്. കിഴങ്ങ് നമ്മള് കിഴങ്ങെന്നൊക്കെ ചീനി കപ്പ. വെളുത്തുള്ളിയൊക്കെ 1 കിലോ 100 രൂപയെന്ന്. 1 കിലോ 100ആ? എന്തോ ഇവിടെ എല്ലാം കൂട്ടിയിട്ട് ഇവിടെ ഭയങ്കര വിലയാണെന്നാണ് ഉമ്മയുടെ അഭിപ്രായം. അത് ഈ ആപ്പിളൊക്കെ തൂക്കി ഇങ്ങനെ സത്യം, അത് കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലേ. പക്ഷെ അത് ടേസ്റ്റ് കുറവാണെന്നാ ഞാൻ മുമ്പ് മേടിച്ചിട്ട്. പുനലൂരുകാരെ അധിക്ഷേപിക്കുന്നതല്ലേ കേട്ടോ ഇത്. നമ്മളൊന്ന് കമ്പയർ ചെയ്തതാണ്. ഇവിടെ ഇച്ചിരി വില കൂടുതലാണെന്നാണ്. സിനിമ കാണാൻ പോകുന്നുണ്ടോ? മിണ്ടാനില്ല. നമ്മളാ പോണുണ്ടോ? നാക്കൊക്കെ എന്താന്നൊക്കെ പറയണ്. ഒരു സിനിമ കാണാൻ പോകണ്ടുണ്ടോന്ന് ചോദിച്ചപ്പോ ജർമ്മനാണെന്ന് തോന്നുന്നു പറഞ്ഞത്. നമ്മൾ റംബൂട്ടാനാണ് നോക്കണത്. ഉമ്മാക്കും എനിക്കും റംബൂട്ടാൻ തിന്നണം. റംബൂട്ടാൻ വേണം. അപ്പൊ റംബൂട്ടാൻ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, റംബൂട്ടാൻ മേടിക്കുന്നു. റംബൂട്ടാൻ 3 കളറിൽ ഞാൻ കണ്ടായിരുന്നു. അത് ഏതാണ് നാടൻ ഏതാണ് നല്ലതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ മോനെ പതുക്കെ പോന്നു. ഹായ്. ഹായ് അല്ല, ബായ്. ബായ്. ഇതൊരു ബായ് ഇറങ്ങിയത് അതെന്തിനാണ്? ബൈ ഗൈസ്. ഹലോ ഗൈസ്. ഹലോ. See you until next time എന്ന് പറഞ്ഞാണ്. See you until. Okay guys. നമുക്ക് അടുത്ത ചുമയും കൊരയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.